പണ്ടൊക്കെ ഇവിടെ BSc നഴ്സിംഗ് പഠിച്ചതിന് ശേഷം പുറത്തേക്ക് പോവുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേര് ജർമ്മനിയിൽ പോയി നഴ്സിംഗ് പഠിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രി പോയി നഴ്സിംഗ് പഠിച്ച് അവിടെ സെറ്റിൽ ആകാം. ഇത് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഒരു ട്രെൻഡാണോ, അതോ ഇത് പണ്ടേ ഉള്ളത് നമ്മളിപ്പോൾ കേട്ടു തുടങ്ങി എന്നുള്ളതാണോ? അതായത് പണ്ടും നഴ്സിംഗ് പഠിച്ചത് നമുക്ക് എങ്ങനെയെങ്കിലും ഗൾഫിൽ പോയി ചാടണം, ഗൾഫിൽ നിന്ന് പിന്നെ വേറെ എവിടെയെങ്കിലും പോകണമെന്നുള്ളതാണ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഫിനാൻഷ്യലി കുറച്ചൊരു മീഡിയം സ്കെയിൽ ഫാമിലീസ് ഒക്കെ ആയതുകൊണ്ട് അവർക്ക് വെളിയിൽ പോകാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് മെയിൻ ഇപ്പോൾ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കൺട്രിയിൽ ജോലി ഉണ്ടെങ്കിൽ അവിടുത്തെ രജിസ്ട്രേഷൻ വേണം. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ നോർമലി നമ്മുടെ ഇവിടുത്തെ നാട്ടിൽ പഠിത്തം കഴിഞ്ഞ് എക്സാം എഴുതുക, അല്ലെങ്കിൽ നമ്മൾ അവിടെ പഠിക്കാൻ പോവുക. ഏറ്റവും ബെസ്റ്റ് പഠിക്കാൻ പോകുന്നത് പഠിത്തം തീരുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ അതിൻ്റെ കൂടെ അങ്ങ് വരും. അപ്പോൾ പിള്ളേർക്ക് ഡയറക്റ്റ്ലി ജോലിക്ക് കയറാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീസൊക്കെ 10 lakhs 11 lakhs എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പം ദ ഗുഡ് പാർട്ട് ഇസ് പഠിക്കാൻ പോവുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് പരിപാടി തീർന്നു. നമ്മളിവിടെ ആണെങ്കിൽ ഒരു 6-7 years കഴിഞ്ഞ് പിന്നെ ഗൾഫിൽ പോയി പിന്നെ ഇവിടെ വന്ന് ഇംഗ്ലീഷും പഠിച്ച് ഇറ്റ്സ് ഒരു 8 years പ്രോപ്പർലി എടുക്കും. അവിടെ 3 വർഷം കൊണ്ട് പിള്ളേർ പഠിത്തവും കഴിഞ്ഞ് ജോലിയും ചെയ്യും. എനിക്കറിയാവുന്ന ഒരു കുട്ടിയുണ്ട്, 24-25 വയസ്സ്, ഓസ്ട്രേലിയയിൽ വീട് വാങ്ങിച്ചു. നഴ്സിംഗ് നല്ല യൂണിവേഴ്സിറ്റി പഠിച്ചു, പേരൻസ് ഇൻവെസ്റ്റ് ചെയ്തു, നല്ല യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങി, ഉടനെ ജോലിയാണ്. ആ കൊച്ചിന് ഇപ്പോൾ വീടായി ആ പ്രായത്തിൽ. അതൊരു വലിയൊരു അച്ചീവ്മെന്റാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ലേ.